എല്ലാവർക്കും MEMMAS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ അവല് വിളയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ്. അവല് നമ്മളിങ്ങനെ വിളയിച്ച് വെക്കുകയാണെങ്കിൽ കൂടുതൽ കാലം കേടാകാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിനി അവല് വിളയിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതിന് വേണ്ട ചേരുവകൾ ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. 1/2 കിലോ അവല് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ വേണം. ഒരു വലിയ തേങ്ങ മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3/4 കിലോ ശർക്കര, നെയ്യ്, 2 ടീസ്പൂൺ എള്ള്, 1 ടീസ്പൂൺ ജീരകപ്പൊടി. ജീരകം നമ്മൾ വറുത്ത് പൊടിച്ചതാണ്. പിന്നെ 4 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ്. ഇത് നമ്മളൊന്ന് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചതാണ്. പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇനി നമ്മൾ അവൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അവലിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് ചൂടാക്കി എടുത്താൽ മതി. ഒത്തിരി സമയം ഇടണ്ട. അവലൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഒരു 2 മിനിറ്റൊക്കെ ഇങ്ങനെ ഒന്ന് ഇട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അവൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മൾ ശർക്കര ഉരുക്കി എടുക്കുവാണ്. 3/4 കിലോ ശർക്കര ഒരു പാനിലിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. ഇത് ഒത്തിരി നമുക്ക് കുറുകി കിട്ടണ്ട. ശർക്കര ഒന്ന് അലുത്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എള്ളും പരിപ്പും വറുത്തെടുക്കണം. ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ചിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ ചെറുപയർ പരിപ്പാണ് ഇടുന്നത്. 4 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇളക്കി കൊടുക്കണം. എള്ള് ഒത്തിരി നേരം ഇട്ടാൽ കരിഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ അവല് വിളയിക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ വെള്ളമായി നമുക്ക് പോയി കിട്ടണം. മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് ഇത് ചെയ്താൽ മതി. തേങ്ങ ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകണ്ട. ചെറിയ രീതിയിലൊന്ന് കളർ മാറിയാൽ മതി. ഇതുപോലെ ഒന്ന് കളർ മാറുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ കല്ലും മണ്ണും ഒന്നും വരാതിരിക്കാൻ നമ്മൾ ഇതുപോലെ അരിച്ചൊഴിക്കണം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന അവലിൻ്റെ പകുതിയോളം ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നമുക്ക് യോജിപ്പിക്കാം. എന്നിട്ട് ബാക്കിയുള്ള അവലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും ചെറുപയർ പരിപ്പും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം.
അതിനുശേഷം നമ്മൾ ഈ അവൽ വിളയിച്ചത് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പം നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം ഒന്ന് അറിയിച്ചേക്കണം. താങ്ക്